ലോകത്ത് അവതീർണമായ എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് മുസ്ലിംകളെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.ടി. ജലീൽ. എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും പ്രഭവ കേന്ദ്രം ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് SLRC 28ാം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഖുർആൻ, ഹദീസ്, ഇസ്ലാമിക ചരിത്രം, അറബി ഭാഷാ പഠനം, അധ്യാപക പരിശീലനം, കുതുബ പരിശീലനം എന്നിവയിലൂടെ മുസ്ലിം ജനവിഭാഗത്തിന് മതവിജ്ഞാനം നൽകുന്ന പഠന കേന്ദ്രമാണ് സലഫി ലേണിംഗ് റിസർച്ച് സെന്റർ. ഖുർആൻ മതപഠനം സ്ത്രീ പുരുഷ പ്രായമെന്നേ എല്ലാ ആളുകൾക്കും ലഭ്യമാക്കാൻ 1990-ലാണ് SLRC രൂപീകൃതമായത്. ഈ വർഷത്തെ SLRC പൊതുപരീക്ഷയിലെ ഉന്നത വിജയികൾക്കുള്ള അവാർഡ് ദാനവും പഠിതാക്കളുടെ സംഗമവും വൈജ്ഞാനിക മത്സരങ്ങളും കോഴിക്കോട് ടാഗോർ ഹാളിൽ നടന്നു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭൗതികമായിട്ട് ലോകത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള കാലഘട്ടമാണ്. ഏറ്റവും വലിയ ഭീഷണിയും നേരിടുന്ന അവസരമാണ് ഇപ്പോൾ. ഒരു അണുയുദ്ധം ഏത് മിനിറ്റിലും നമുക്ക് വരാവുന്ന അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്കറിയില്ല. കാരണം ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ അറിവ് മുഴുവൻ നമുക്ക് ലഭിച്ചിട്ടും നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വളരെ ആഴത്തിൽ ആലോചിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. എന്തിനു വേണ്ടി മനുഷ്യൻ പ്രയോജനപ്പെടുന്നു? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.ടി. ജലീൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിശുദ്ധ ഖുർആൻ ആദ്യത്തെ വേദഗ്രന്ഥമല്ലെന്നും എന്നാൽ അവസാനത്തേതാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും പ്രഭവ കേന്ദ്രം ഒന്നാണ്. ലോകത്തെ അവതീർണമായ എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് മുസ്ലിങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സമൂഹങ്ങളിൽ അവതീർണരായിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഖുർആനിലെ 2ാമത്തെ അധ്യായം ആരാണൊരു മുസ്ലിം എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ മറ്റു വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതും അവിടെയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവെയുള്ള പരക്കെയുള്ള വിശ്വാസവും ധാരണയും വിശുദ്ധ ഖുർആനിൽ മാത്രം വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നുള്ളതാണ്. ആ ഒരു ധാരണയെ തിരുത്തിക്കൊണ്ടാണ് ഖുർആനിലെ 2ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ. വൈജ്ഞാനിക സമ്മേളനം, ഖുർആൻ വൈജ്ഞാനിക മത്സരങ്ങൾ, സാംസ്കാരിക സമ്മേളനം, അവാർഡ് ദാന സമ്മേളനം എന്നിവയും പുസ്തക പ്രകാശനങ്ങളും സുവനീർ പ്രകാശനവും നടന്നു. വിവിധ സെഷനുകളിലായി സി. മമ്മൂട്ടി MLA, ഡോക്ടർ കെ. മുഹമ്മദ് ബഷീർ, MP അബ്ദുസമദ് സമദാനി, TP അബ്ദുൽഖായ മദനി, CP ഉമ്മർ സുല്ലമി, PK അഹമ്മദ്, KV അബ്ദുൽ ലത്തീഫ് മൗലവി, ഡോക്ടർ ഹുസൈൻ മടവൂർ, M അബ്ദുറഹിമാൻ സലഫി, അബ്ദുൽ സലാം മോങ്ങം, ഡോക്ടർ AI അബ്ദുൽ മജീദ് സുലാഹി, NK മുഹമ്മദ് അലി പരിസൺസ്, ഡോക്ടർ AA ബഷീർ എന്നിവർ പങ്കെടുത്തു. SLRC സാരഥികളും മുസ്ലിം സാമുദായിക പ്രമുഖരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. ACB ന്യൂസ്, കോഴിക്കോട്.